Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis. I Write the Land by Nejwan Darwish, introducing print and digital narratives, multidisciplinary course, first semester, Calicut University. Nejwan Darwish is a poet from Palestine, described by the New York Review of Books as one of the foremost contemporary Arab poets. നെജ്വാൻ ഡർവിഷ് ഒരു പലസ്തീൻ പോയറ്റാണ്. അദ്ദേഹം ജെറുസലത്തിലാണ് അദ്ദേഹം ബോൺ ചെയ്തത്. ഒരു പലസ്തീനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സ് അദ്ദേഹത്തിനെ ഡിസ്ക്രൈബ് ചെയ്തത് ഇങ്ങനെയാണ്: വൺ ഓഫ് ദ ഫോർമോസ്റ്റ് കണ്ടംപററി അറബിക് പോയറ്റ്സ് എന്നുള്ളതാണ്. അതായത് ആധുനിക ഈ ഒരു അറബിക് പോയറ്റ്സിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പോയറ്റാണ് നെജ്വാൻ ഡർവിഷ്. ആ രീതിയിലാണ് അദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഹി ഹാസ് പബ്ലിഷ്ഡ് 8 ബുക്സ് ഇൻ അറബിക്. അറബിക് ലിറ്ററേച്ചറിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അറബിക് ബുക്സ് 8 അറബിക് ബുക്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹിസ് വർക്ക് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മോർ ദാൻ 20 ലാംഗ്വേജസ്. മോർ ദാൻ 20 ലാംഗ്വേജസിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, I Write the Land. It is a poetic approach in which the writer does not describe but embodies the subject matter. അതായത് ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റ് ഡിറക്റ്റായിട്ട് ആ ഒരു മാറ്റർ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, പക്ഷേ ആ ഒരു സബ്ജക്റ്റ് മാറ്റർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. It's about Palestine struggle. Palestinian people have been subjected to political genocide since the early 20th century, when international imperialism restored their homeland upon the Zionist colonial movement. ഇതൊരു I Write the Land, ഞാൻ എൻ്റെ ദേശത്തെ എഴുതുന്നു എന്ന് പറയുന്ന ഈ ഒരു പോയം ഒരു പലസ്തീൻ സ്ട്രഗിളാണ് ഇതിൽ പറയുന്നത്. പക്ഷേ പോയറ്റ് ആ ഒരു പലസ്തീൻ സ്ട്രഗിൾ ഡിറക്റ്റായിട്ട് അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പക്ഷേ അതിൽ ഇൻക്ലൂഡഡ് ആണ് ആ ഒരു സബ്ജക്റ്റ് മാറ്റർ. അദ്ദേഹം ഒരു പലസ്തീനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് അദ്ദേഹം ഈ ഒരു പലസ്തീൻ സ്ട്രഗിൾ പറയുന്നത്. അല്ലാതെ ആ ഒരു പലസ്തീൻ സ്ട്രഗിൾ അവർക്ക് വേണ്ടിയിട്ടൊരു സ്പോക്സ് പേഴ്സൺ എന്നുള്ള നിലയിലല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു പലസ്തീനാണ്. ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് അദ്ദേഹം ആ ഒരു സ്ട്രഗിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പലസ്തീൻ പീപ്പിൾ പൊളിറ്റിക്കൽ ജനോസൈഡ് ഏർലി 20th സെഞ്ച്വറി മുതൽ അവർ ഈ ഒരു ജനോസൈഡ്, അതായത് വംശഹത്യ അവർ നേരിടുന്നുണ്ട്. കൂട്ടക്കൊലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ, ആ ഒരു പ്രോബ്ലംസ്, അവരുടെ ആ ഒരു ഹെറിഡിറ്ററി അവർക്ക് ലോസ് ആയിട്ടുണ്ട്. അവരുടെ ആ ഒരു കൾച്ചർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കവിതയിൽ ഉൾക്കൊള്ളുന്നത്. Rather than writing about Palestinians, he writes as a Palestinian, channeling the essence of their collective experience. പലസ്തീൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം ആസ് എ പലസ്തീൻ, അതായത് ഒരു പലസ്തീനാണ്, ഒരു പലസ്തീൻ റൈറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെയാണ് എന്ന നിലയിലാണ്, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പലസ്തീൻ സ്ട്രഗിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ, അദ്ദേഹത്തിൻ്റെ കളക്റ്റീവ് എക്സ്പീരിയൻസിലൂടെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അല്ലാതെ പലസ്തീൻസിന് വേണ്ടിയിട്ടൊരു വക്താവ് എന്ന നിലയിൽ അങ്ങനെ ഒരു അനുഭവമൊന്നും ഇല്ലാതല്ല അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആസ് എ പലസ്തീൻ റൈറ്റർ, അദ്ദേഹം ബോൺ ചെയ്തത് ജെറുസലം പലസ്തീനിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ടാണ്, അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. Poet's aim is not to be a spokesperson but to authentically represent his identity. അപ്പോൾ ഇതിൽ പോയറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു സ്പോക്സ് പേഴ്സൺ അല്ല, അതായത് ഒരു പലസ്തീനെ റെപ്രസെൻ്റ് ചെയ്തൊരു വക്താവ് എന്ന നിലയിൽ, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലല്ല, ബട്ട് ഒതൻറ്റിക്കലി റെപ്രസെൻ്റ് ഹിസ് ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആധികാരികമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു പലസ്തീൻ റൈറ്ററാണ്, പലസ്തീൻ ബോണാണ്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ എയിം തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ്, എ സ്റ്റാറ്റു കാവ്ഡ് ബൈ ദ റോമൻസ് ആൻഡ് ഫോർഗോട്ടൺ ബൈ ദ അറബ്സ്. ഇത് നമ്മുടെ പോയത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. എ സ്റ്റാറ്റു കാവ്ഡ് ബൈ ദ റോമൻസ് ആൻഡ് ഫോർഗോട്ടൺ ബൈ ദ അറബ്സ്.
അതായത് റോമൻസ് കൊത്തിവെച്ചിട്ടുള്ള ഒരു പ്രതിമ അല്ലെങ്കിൽ അറബ്സ് മറന്നുപോയിട്ടുള്ള ഒരു പ്രതിമ എന്നുള്ളതാണ് ഒരു ലൈന്. ഇത് നമ്മുടെ പോയത്തിലൊരു മെറ്റഫറാണ്. ഇറ്റ് ഇസ് എ മെറ്റഫർ സിംബലൈസസ് ദ പോയറ്റ്സ് പ്ലൈറ്റ്. ഇതൊരു മെറ്റഫറാണ്. ഇത് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? നമ്മുടെ പോയറ്റിൻ്റെ ആ ഒരു ദുരനുഭവം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദയനീയാവസ്ഥനെ കാണിക്കാനാണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്. An object yearning to express itself like a forgotten statue, the poet exists in silence, longing to impart wisdom and insight. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഫോർഗോട്ടൻ, മറന്നുപോയിട്ടുള്ള ഒരു പ്രതിമയെ പോലെ അദ്ദേഹം ഒരു സൈലൻസിൽ ആണ് അദ്ദേഹം ജീവിക്കുന്നത്, നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് വിസ്ഡം, ഇൻസൈറ്റ്, നോളജ്, ഉൾക്കാഴ്ച ഇതൊക്കെ അദ്ദേഹത്തിന് പകർന്നു കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട്. ലോങ്ങിങ്, ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ, അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഫോർഗോട്ടൻ സ്റ്റാറ്റ്യൂ പോലെയാണ് നിലനിൽക്കുന്നത് ഈ ഒരു കണ്ടീഷനിൽ എന്നാണ് പറയുന്നത്. The reference to colonial theft underscores the loss of heritage and the struggle for cultural preservation. Most of their heritage is stored in European museums. അതുപോലെ ഈ പോയത്തിൽ പറയുന്നത് കൊളോണിയൽ തെഫ്റ്റ്, അതായത് കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഹെറിറ്റേജ്, അവരുടെ ഒരു പൈതൃകം തന്നെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അവർ കൾച്ചറൽ പ്രിസർവേഷൻ, അവരുടെ ആ ഒരു സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പോരാടുകയാണ്. മോസ്റ്റ് ഓഫ് ദർ ഹെറിറ്റേജ് സ്റ്റോർഡ് ഇൻ യൂറോപ്യൻ മ്യൂസിയം. അവരുടെ ഹെറിറ്റേജ്, മിക്ക ആളുകളുടെയും ഹെറിറ്റേജ്, അവരുടെ ആ ഒരു പാരമ്പര്യം, പൈതൃകം സ്റ്റോർ ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ മ്യൂസിയത്തിലാണെന്നാണ് പറയുന്നത്. ട്രാൻസ്ലേറ്റഡ് ബൈ കരീം ജെയിംസ് അബു സെയ്ദ്. ഇവരാണ് ഈ ഒരു പോം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. ഐ റൈറ്റ് ദ ലാൻഡ്. ഞാൻ ദേശത്തെ എഴുതുന്നു. ഐ വാണ്ട് ടു റൈറ്റ് ദ ലാൻഡ്. എനിക്ക് എൻ്റെ ദേശത്തെക്കുറിച്ചിട്ട് എഴുതാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ദ വേർഡ്സ് ടു ബി ദ ലാൻഡ് ഇറ്റ് സെൽഫ്. അതായത് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലാൻഡിനെ കുറിച്ചിട്ട് മാത്രമാണ്, ആ ലാൻഡിനെ കുറിച്ചിട്ടുള്ള വാക്കുകളാണ് ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് ഐ ആം ജസ്റ്റ് എ സ്റ്റാറ്റ്യൂ ദ റോമൻസ് കാർവ്ഡ് ആൻഡ് ദ അറബ്സ് ഫോർഗോട്ട്. പക്ഷേ ഐ ആം ജസ്റ്റ് എ സ്റ്റാറ്റ്യൂ, ഞാനൊരു പ്രതിമ മാത്രമാണ്. റോമൻസ് കൊത്തിവെച്ചിട്ടുള്ള, അതുപോലെ അറബ്സ് മറന്നു പോയിട്ടുള്ള ഒരു പ്രതിമ പോലെയാണ്. ഇത് നമ്മുടെ പോയറ്റിൽ ഒരു മെറ്റഫറാണ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് പോയറ്റ്സിൻ്റെ പ്ലൈറ്റ്, അതായത് പോയറ്റ്സിൻ്റെ ദയനീയാവസ്ഥനെ കാണിക്കാനാണ്, ദുരവസ്ഥനെ കാണിക്കാനാണ്. An object yearning to express itself like a forgotten statue, the poet exists in silence, longing to impart wisdom and insight. അതായത് ഇവിടെ പറയുന്നത് പോയിട്ട് ഒരു സ്റ്റാറ്റുവിനെ പോലെ, ഒരു ഫോർഗോട്ടൻ സ്റ്റാറ്റുവിനെ പോലെ, അതായത് അറബ്സ് മറന്നു വെച്ചിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ റോമൻസ് കൊത്തിവെച്ചിട്ടുള്ള ഒരു ഫോർഗോട്ടൻ സ്റ്റാറ്റുവിനെ പോലെ നിശ്ചലമാണ്. പോയിട്ട് ഒരു സൈലൻസിൽ എക്സിസ്റ്റാണ്, ഒരു സൈലൻസിലാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് ലോങ്ങിങ് ടു ഇമ്പാർട്ട് വിസ്ഡം ആൻഡ് ഇൻസൈറ്റ്, അദ്ദേഹത്തിന് തൻ്റെ വിസ്ഡം അല്ലെങ്കിൽ ഇൻസൈറ്റ് ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിയായ ഇൻറ്റൻസിറ്റി ഓഫ് ഡിസയർ അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. കോളനൈസേഴ്സ് സ്റ്റോൾ മൈ സീവീഡ് ഹാൻഡ് ആൻഡ് സ്റ്റക്ക് ഇറ്റ് ഇൻ എ മ്യൂസിയം. പിന്നീട് പറയുന്നത് കോളനൈസേഴ്സ് എൻ്റെ സീവീഡ് ഹാൻഡ്, അതായത് എൻ്റെ അറ്റുപോയിട്ടുള്ള കൈ അവർ മോഷിച്ച് സ്റ്റക്ക് ഇറ്റ് ഇൻ എ മ്യൂസിയം, അതായത് അവർ മോഷിച്ചിട്ട് അവരൊരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളനൈസേഴ്സ് ഈ ഒരു ലൈന് പറയുന്നത് ദ റെഫറൻസ് ടു കൊളോണിയൽ തെഫ്റ്റ്. The reference to the colonial theft underscores the loss of heritage and the struggle for cultural preservation. മോസ്റ്റ് ഓഫ് ദെയർ ഹെറിറ്റേജ് സ്റ്റോർഡ് ഇൻ യൂറോപ്യൻ മ്യൂസിയം. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ കോളനൈസേഴ്സ് അവരുടെ ആ ഒരു ഹെറിറ്റേജൊക്കെ മോഷ്ടിച്ച് അവരുടെ ഹെറിറ്റേജ്, അവരുടെ പൈതൃകമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ആ ഒരു കൾച്ചറൽ പ്രിസർവേഷൻ, അവരുടെ ആ ഒരു സാംസ്കാരികത സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ഹെറിറ്റേജ് യൂറോപ്യൻ മ്യൂസിയത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അതായത് കോളനൈസേഴ്സ് സീവേഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹെറിറ്റേജ്, അതുപോലെ അവരുടെ കൾച്ചറൽ പ്രിസർവേഷൻ, ഈ കൾച്ചർ, അവരുടെ സാംസ്കാരികത, ഇതൊക്കെ അവർ മോഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കോളനൈസേഴ്സ്. അപ്പോൾ അവർക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരത് മോഷ്ടിച്ച് യൂറോപ്യൻ മ്യൂസിയത്തിലൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു കൾച്ചറൽ പ്രിസർവേഷനൊക്കെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. നോ മാറ്റർ, ഐ സ്റ്റിൽ വാണ്ട് ടു റൈറ്റ് ഇറ്റ് ദ ലാൻഡ്. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നിരുന്നാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും ഒരു സാരമല്ല. ഞാൻ എന്നാലും ഇപ്പോഴും ഐ സ്റ്റിൽ വാണ്ട് ടു റൈറ്റ് ഇറ്റ് ദ ലാൻഡ്, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്, എൻ്റെ ദേശത്തെക്കുറിച്ചിട്ട് എഴുതാനാണ്. മൈ വേർഡ്സ് ആർ എവരിവെയർ, എൻ്റെ വാക്കുകൾ എല്ലായിടത്തുമുണ്ട്. ആൻഡ് സൈലൻസ് ഈസ് മൈ സ്റ്റോറി, പക്ഷേ എൻ്റെ സൈലൻസ് ആണ് എൻ്റെ സ്റ്റോറി, നിശബ്ദതയാണ് എൻ്റെ കഥ എന്നാണ് പറയുന്നത്.